ഈ കാണുന്ന ആദ്യത്തെ 2 ടബ്ബുകളിൽ ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകളെയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഓരോ ടബ്ബിലും ഓരോന്നിനെ വെച്ചാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ബാക്കി 6 ടബ്ബുകളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിനകത്ത് കിടക്കുന്നത് മിക്സഡ് ആയിട്ട് നമ്മുടെ സ്പോട്ടഡ് കാറ്റ് ഫിഷുകളും ആൽബിനോ കാറ്റ് ഫിഷുകളുമാണ്. അവിടെ വാട്ടർ ചേഞ്ച് നമ്മൾ ഈ അടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ആദ്യം കാണുന്ന 2 ടബ്ബിലെ വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. നമ്മൾ അടുത്ത് തന്നെ വാട്ടർ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. വാട്ടർ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ആദ്യമായിട്ട് വാങ്ങിയ 2 ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകളാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ പുതിയതായിട്ട് ഒരു 8 ചെറിയ ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകളെയും കൂടി വാങ്ങിയിട്ടുണ്ട്. ഈ കാണുന്ന കണ്ടെയ്നറിലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. വാങ്ങിക്കൊണ്ടതിന് ശേഷം നമ്മൾ ടെമ്പററി ആയിട്ട് ഈ കണ്ടെയ്നറിൽ ഇട്ടതാണ്. നമുക്ക് ഈ ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകളിൽ കുറച്ച് താല്പര്യമുള്ളത് കൊണ്ടാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് ഈ 8 എണ്ണത്തിനെ വാങ്ങിയത്. ഇത് ചെറിയ സൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതേപോലുള്ള ഒരു ടബിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ ടെമ്പററി ആയിട്ട് കുറച്ച് ചെടിച്ചട്ടികളിൽ വെള്ളം നിറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിലത്തെ വെള്ളം ഇപ്പോൾ കുറച്ച് മോശമായതുകൊണ്ട് നമ്മളൊരു വാട്ടർ ചേഞ്ച് കൊടുക്കുന്നുണ്ട്. വാട്ടർ ചേഞ്ച് കൊടുത്തതിന് ശേഷമാണ് ആ ചെടിച്ചട്ടികളിൽ നമ്മൾ ഇവരെ ഇടാനായിട്ട് പോകുന്നത്. ഓരോ ചെടിച്ചട്ടിയിലും നമ്മൾ ഓരോന്നിനെ വെച്ചാണ് ഇടുന്നത്. നമുക്ക് അധികകാലം ഈ ഒരു ചെടിച്ചട്ടിയിൽ ഇടാനായിട്ട് സാധിക്കില്ല. നമ്മൾ ടെമ്പററി ആയിട്ട് ഇട്ട് വയ്ക്കുന്നതാണ്. കാരണം ഇത് എണ്ണത്തിൽ അധികം ഉള്ളതുകൊണ്ട്. അത് കഴിഞ്ഞ് നമ്മളിവരെ ഈ കാണുന്ന ടബ്ബുകളിൽ ഏതെങ്കിലും ടബ്ബുകൾ കാലിയാവുന്നുണ്ടെങ്കിൽ അതിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്പേസിലേക്കോ നമ്മൾ പെട്ടെന്ന് തന്നെ മാറ്റുന്നതായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ ഗ്രോത്ത് വളരെ സ്ലോ ആയിരിക്കും. അത്യാവശ്യം വലിയ സ്പേസുകളിൽ ഈ സക്കർ കാറ്റ് ഫിഷുകൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്രോത്ത് കാണിക്കാറുണ്ട്. ഇവരുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് പൊതുവേ സ്ലോ ആണ്. ഈ കാണുന്നതാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെടിച്ചട്ടികൾ. ഇതിൽ ഓൾറെഡി വെള്ളം ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമ്മളൊരു വാട്ടർ ചേഞ്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇതിനകത്തേക്ക് ഫ്രഷ് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു മത്സ്യത്തെ പൊതുവായിട്ട് പറയുന്നത് സക്കർ മൗത്ത് കാറ്റ് ഫിഷ് എന്നാണ്. പക്ഷേ ഷോർട്ടായിട്ട് നമ്മൾ സക്കർ കാറ്റ് ഫിഷ് എന്ന് പറയാറുണ്ട്. പിന്നെ ഈ ഒരു മത്സ്യത്തെ പ്ലെക്കോ എന്ന് പറയാറുണ്ട്. പ്ലെക്കോസ്റ്റോമസ് എന്ന് പറയുന്ന ആ ഒരു വേർഡിൽ നിന്നാണ് പ്ലെക്കോ എന്ന വേർഡ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ ഒരു കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക സ്പീഷീസിൻ്റെ കീഴിൽ കുറേ വെറൈറ്റികൾ വരുന്നുണ്ട്. അതായത് ജനസും സ്പീഷീസും ഒക്കെ ആയിട്ട് എന്താ പറയുക പല വേരിയേഷൻസ് വരുന്നുണ്ട്. അതിലെ ഒരു വെറൈറ്റി മാത്രമാണ് ഈ ഒരു നമ്മൾ ഈ കാണുന്ന ആൽബിനോ അല്ലെങ്കിൽ ബ്ലാക്ക് സക്കർ കാറ്റ് ഫിഷ്. പിന്നെ വരുന്നതെല്ലാം അനവധി വെറൈറ്റികൾ വരുന്നുണ്ട്. ഈ സക്കർ കാറ്റ് ഫിഷ് എന്ന് പറഞ്ഞാൽ പൊതുവേ ചീപ്പായിട്ടുള്ളൊരു എന്താ പറയുക ഒരു ഫിഷാണ്. സാധാരണ ബ്ലാക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ സൈസൊക്കെ നമുക്ക് 20 രൂപയ്ക്കും അതുപോലെ തന്നെ കുറച്ച് മീഡിയം സൈസ് ആണെങ്കിൽ 60 രൂപ അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത്. ആൽബിനോ ആണെന്നുണ്ടെങ്കിൽ ഡബിൾ റേറ്റ് ആയിരിക്കും. ഈ ഒരു ചെറിയ സൈസിന് 40 രൂപയ്ക്കാണ് ഒരു പീസിന് വരുന്നത്. ഇത്തിരി വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 80 രൂപ ആ ഒരു റേറ്റൊക്കെയാണ് ഇതിന് വരുന്നത്. പക്ഷേ ബാക്കി വെറൈറ്റികൾ ഞാൻ പറഞ്ഞത് പല വെറൈറ്റികൾ വരുന്നുണ്ട്. നല്ല സ്റ്റണ്ണിങ് ഡിസൈനുകളിലൊക്കെ ഈ ഒരു പ്ലെക്കോ വരുന്നുണ്ട്. അതിനൊക്കെ നല്ല റേറ്റ് വരും. അത്തരം വെറൈറ്റികളെയൊന്നും നമ്മൾ സാധാരണ പെറ്റ് ഷോപ്പുകളിൽ കാണാറില്ല. പെറ്റ് ഷോപ്പുകളിൽ കണ്ടുവരുന്ന വെറൈറ്റികൾ ഇതൊക്കെ തന്നെയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ബ്രിസിൽ നോസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി നമ്മൾ കണ്ടിട്ടുണ്ട്. ബ്രിസിൽ നോസിന് നല്ല വില വരും. തീരെ ചെറിയ സൈസിന് തന്നെ അതായത് തീരെ ഒരു 2 ഇഞ്ച് കഷ്ടി 2 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് സൈസ് ഉള്ളതിനൊക്കെ ഒരു പീസിന് 120 രൂപയ്ക്കാണ് പ്രൈസ് വരുന്നത്. ബ്രിസിൽ നോസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ വെയിൽ ടെയിൽ പിന്നെ ആൽബിനോ ഒക്കെ വരുന്നുണ്ട്. അതാണ് നമ്മൾ വില കൂടിയ ഒരു സക്കർ കാറ്റ് ഫിഷ് നമ്മൾ ഈ അടുത്ത് നമ്മൾ പെറ്റ് ഷോപ്പ് വിസിറ്റ് ചെയ്ത സമയത്ത് കണ്ടത്. ബാക്കി എല്ലാ സമയങ്ങളിലും നമ്മൾ കാണുന്ന വെറൈറ്റികൾ എന്ന് പറയുന്നത് ഈ വെറൈറ്റി തന്നെയാണ്. ഒന്ന് ആൽബിനോവും പിന്നെ നമ്മുടെ സാധാരണ ബ്ലാക്ക് സക്കർ കാറ്റ് ഫിഷും. ഇതിനെ സംബന്ധിച്ച് എനിക്ക് 2 കളറും താല്പര്യമാണ്. ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിലും ആൽബിനോ ആണെന്നുണ്ടെങ്കിലും താല്പര്യമാണ്. നമ്മുടെ കയ്യിൽ 2 കളറും ഉണ്ട്. പക്ഷേ കൂടുതൽ ആൾക്കാരും പെറ്റ് ഷോപ്പൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ ആൽബിനോ ആണ് പ്രിഫർ ചെയ്യുന്നത്. ഞാൻ പെറ്റ് ഷോപ്പ് വിസിറ്റ് ചെയ്ത സമയത്ത് തന്നെ അവിടെ പല ആൾക്കാരും ഈ ഒരു ആൽബിനോയെ തപ്പി നടക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി അത്യാവശ്യം ഡിമാൻഡ് ഉണ്ട് ഈ ഒരു ആൽബിനോ വെറൈറ്റിക്ക് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓരോന്നിനെ പിടിച്ച് ഓരോ ചെടിച്ചട്ടികളിലായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ സക്കർ കാറ്റ് ഫിഷുകളെ വളർത്താനായിട്ട് വളരെ എളുപ്പമാണ്. ഇവർക്ക് വെള്ളത്തിലുള്ള ഓക്സിജനൊന്നും പ്രശ്നമല്ല. ഇവർക്ക് അന്തരീക്ഷത്തിന് ശ്വസിക്കാനായിട്ടുള്ള കഴിവുണ്ട്. പിന്നെ വെള്ളം കുറച്ചൊക്കെ ബ്രാക്കിഷ് ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അതായത് കലങ്ങിയ വെള്ളമാണെങ്കിലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു വാട്ടർ ചേഞ്ച് കൊടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ വെള്ളം വല്ലാണ്ട് മോശമായി കഴിയുകയാണെന്നുണ്ടെങ്കിൽ എയറേഷൻ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ എയറേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം നല്ല രീതിയിൽ കണ്ടീഷനായിട്ട് സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇവർ ഓംനിവോറസ് ആണ്. സസ്യാഹാരങ്ങളും മാംസാഹാരങ്ങളും കഴിക്കും. അപ്പോൾ നല്ല രീതിയിൽ ആൽഗയൊക്കെ വന്നിട്ടുള്ള ടാങ്കുകളാണെന്നുണ്ടെങ്കിൽ ഇവർ ആ ആൽഗയെ നല്ല രീതിയിൽ കഴിക്കും. പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് പെല്ലറ്റ് കാര്യങ്ങളൊക്കെ ഫീഡ് ചെയ്ത് കൊടുക്കാം. പെല്ലറ്റ് അവർ ഫ്ലോട്ട് ചെയ്ത് എടുക്കുന്ന പെല്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ മുകളിലൊക്കെ വന്ന് കഴിക്കാറുണ്ട്. അവർക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല മുകളിൽ വന്ന് എടുക്കുന്നതിൽ. പക്ഷേ താഴ്ന്നു പോകുന്ന പെല്ലറ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ മറ്റ് നോൺ വെജ് ആയിട്ടുള്ള ഫുഡുകളും കൊടുക്കാം. ലൈവായിട്ടുള്ള ഫുഡ് പ്രോൺസ് അങ്ങനത്തെ സാധനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചിക്കൻ്റെ വേസ്റ്റ് അതുപോലുള്ള സാധനങ്ങളൊക്കെ ചെറിയ പീസുകളായിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുത്താലും ഇവർ കഴിക്കും. പിന്നെ ഇവരെ ചെറിയ സ്പേസിൽ എണ്ണത്തിൽ കൂടുതൽ ഇടാതിരിക്കുന്നതാണ് നല്ലത്. മെയിലുകൾ എണ്ണത്തിൽ കൂടുതൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേസ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് എണ്ണത്തിൽ കൂടുതൽ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്കിൽ വേണം വളർത്താനായിട്ട്. ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വരാറില്ല. ഫംഗസ് പോലുള്ള അസുഖങ്ങൾ അങ്ങനത്തെ സാധാരണ മറ്റ് മീനുകൾക്ക് വരുന്ന അസുഖങ്ങളൊന്നും ഈ സക്കർ കാറ്റ് ഫിഷുകൾക്ക് വരാറില്ല. ഇതിനെ ഞാൻ വാങ്ങിയത് ഒരു പീസിന് 40 രൂപയ്ക്കാണ്. അറിയാത്തവർക്കായിട്ട് ഞാൻ പറയുകയാണ്, ഇത് ആൽബിനോ വെറൈറ്റിയാണ്. ആൽബിനോ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സക്കർ കാറ്റ് ഫിഷുകളിൽ ഒരു ഗോൾഡൻ കളറാണ്. സാധാരണ ആൽബിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ വൈറ്റും കണ്ണ് റെഡും ആയിരിക്കും.
ഇവർക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. പ്യുവർ വൈറ്റ് അല്ല ഇവരുടെ ബോഡി, ഒരു ഗോൾഡൻ യെല്ലോ കളറാണ്. അതുപോലെ കണ്ണ് കുറച്ച് ഡാർക്ക് റെഡാണ്. അത് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു റെഡ് അല്ല, ഡാർക്ക് കളറിലുള്ള ഒരു റെഡാണ്. അത്യാവശ്യം നല്ല സൈസ് വയ്ക്കുന്ന ഒരു മീനാണ് ഈ ഒരു സക്കർ കാറ്റ് ഫിഷ്. ഇവർ ഒരു 2 ഫീറ്റിന് താഴെ സൈസ് വരെയൊക്കെ ഇവർ വളരാറുണ്ട്. ഏകദേശം ഒരു 18 ഇഞ്ച് 20 ഇഞ്ചൊക്കെ ഇവർ സൈസ് വയ്ക്കാറുണ്ട്, ലെങ്ത്ത് വയ്ക്കാറുണ്ട്. തുടക്കക്കാർക്കൊക്കെ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയൊരു മീനാണ്. പെട്ടെന്നൊന്നും ചത്തുപോകുന്നൊരു മീനല്ല. ഈ ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകളെ പല ആൾക്കാരും ഇപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ പോണ്ടുകളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അതിൽ വാങ്ങി ഇടുന്നുണ്ട്. മെയിനായിട്ട് കോഴി പോണ്ടുകളിൽ, അതായത് കോഴിക്കാർപ്പുകളെ മാത്രം ഇട്ടിട്ടുള്ള പോണ്ടുകളിൽ പല ആൾക്കാരും ഇപ്പോൾ ഈ ഒരു ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകളെയും കൂടി ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ ഫൗണ്ടനൊക്കെ സെറ്റ് ചെയ്ത് ഒരു പോണ്ട് സെറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകളെ വാങ്ങി അതിലേക്ക് ഇടാവുന്നതാണ്. ടാങ്കിൻ്റെ ഉള്ളിൽ വരുന്ന ആൽഗെ കാര്യങ്ങളൊക്കെ ഇവർ നല്ല രീതിയിൽ കഴിച്ച് ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ 8 ചെറിയ ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകളെയാണ് നമ്മൾ പുതിയതായിട്ട് വാങ്ങിയത്. അപ്പോൾ അവരെല്ലാവരെയും നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ചെടിച്ചട്ടികളിലേക്ക് മാറ്റി. ഇവരെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.